സൗന്ദര്യം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജെൻഡർ ഈക്വാലിറ്റി എന്താണ്? സൗന്ദര്യത്തിന് മേക്കപ്പ് ആവശ്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വർഷം ഹസ്ബൻഡിനോട് ചേർന്ന് ഒരു വാഗണാർ കാർ മാറ്റി ഒരു SUV എടുക്കാനായിട്ടിരിക്കുക. ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. ഈയിടെയായി ആത്മഹത്യ. ഹൗ വുഡ് യു ഹെൽപ്പ് ഹർ? എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റും ഒന്ന് പറയാമോ? നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരായിരിക്കും? മിസ്സസ് കേരള 2025 പ്രസന്റഡ് ബൈ എസ്പാനിയോ ഇവന്റ്സ്. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രൂഷ്യൽ റൗണ്ടാണ്. നമുക്കറിയാം ദിസ് ഇസ് എ കോമ്പറ്റീഷൻ ആൻഡ് ഇതിൽ വിജയികളുണ്ടാവും. പക്ഷേ ഒരു റൗണ്ട് കഴിയുമ്പോൾ സെലക്റ്റഡ് ആവാതെ പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഐ വിൽ ടെൽ യു വൺ തിങ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പാജൻറ്റ് ജേർണി തുടങ്ങിയത് ഇവിടെ നിന്നിട്ടായിരുന്നു, ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ടായിരുന്നു. അതും 10 years back when I was a child. I didn't win the pageant. പക്ഷേ ഓണസ്റ്റ്ലി ഐ ക്യാൻ ടെൽ യു ഐ ഹാവ് ലേൺഡ് എ ലോട്ട്. ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു മൈക്ക് വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഐ വാസ് ദെയർ. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വിന്നിങ് ഓർ ലൂസിങ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗിവിങ് യുവർ ബെസ്റ്റ് ആൻഡ് എക്സ്പ്ലോറിങ് ദി എനർജി ദാറ്റ് യു ഹാവ്. സോ എവറിബഡി വൺസ് അഗൈൻ എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. സന്തോഷം പരക്കട്ടെ. യെസ്, ആൻഡ് വിത്ത് ദാറ്റ് let us see who all are going to the next round. ഒരുപാട് ഗസ്സസ് ഞാൻ കേട്ടു. So to begin with, we have contestant number, ladies and gentlemen, please put your hands together for contestant number 27. We have contestant number 27. Girls, please be ready. As I call out your names, please to come and join us on stage. We have contestant number 27. Congratulations. Everybody, nalloru kayadi. Congratulations. Please. And with that, moving on to the next contestant. Moving on, we have next contestant number 17. Contestant number 17. 1 out of 14. Moving on, we have contestant number 20. A loud round of applause as we have contestant number 20. Yes, nallൊരു കൈയടി. Moving on. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കേട്ടൊരു നമ്പർ ആയിരുന്നു അത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ contestant number 34. Yes, we have 10 more to go. Ladies and gentlemen, presenting the next finalist, the next contestant number 18. A loud round of applause as we have contestant number 18. Congratulations. Moving on to our next contestant. We have contestant number 11. Can we have a loud round of applause as we have contestant number 11? Yes, we have 6 more to go, and next we have contestant number 31. Yes, it is contestant number 31. Contestant number 31. Moving on to our next finalist. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്തു നിന്നുള്ള കയ്യടിയുടെ എനർജി കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ വരുന്ന ഓരോരുത്തരും റൈറ്റ്.
Appo everybody, let's give a loud round of applause as we have the finalists. Moving on next, we have contestant number 12. Please put your hands together for contestant number 12. That is contestant number 12. Moving on, our next finalist, we have contestant number 5. Ladies and gentlemen, please put your hands together for contestant number 5. Yes, moving on. Our next contestant, I believe it is the 10th one. Yes. All right, the 10th one, it is contestant number 7. Everybody a loud round of applause as we have contestant number 7 joining us. Little bitch, that should cost your life. Bad bitch tryna flex my ice. Little bitch, that should cost your life. Congratulations, contestant number 7. മൂവിങ് ഓൺ. ഇനി വെറും 4 പേര് കൂടി മാത്രം. അതിൽ അടുത്തത് ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. മൂവിങ് ഓൺ, നമ്മുടെ നെക്സ്റ്റ് പേഴ്സൺ ഇസ് contestant number 23. Ladies and gentlemen, we have contestant number 23 joining us. That is contestant number 23 and അടുത്ത 3 പേരിൽ അടുത്തയാള് is contestant number 33. Contestant number 33. Yes, we have 2 more to go. എനിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ പറഞ്ഞു കേട്ട ഒരുപാട് നമ്പേഴ്സിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ? യെസ്, ഞാൻ കേട്ടിരുന്നു. ഇനി 2 പേരൂടെ മാത്രം. Any guesses? കഴിഞ്ഞോ? അവരുടെ ആരും ഇവിടെ ഇല്ലേ? എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ് കേട്ടത് തെറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. Because we have contestant number 3. Everybody please put your hands together for contestant number 3. Congratulations, and moving on, നമ്മുടെ final contestant. Ladies and gentlemen, please put your hands together for contestant number 4. It is contestant number 4. Everybody, we have all the 14 beautiful, gorgeous ladies with us. Congratulations, എല്ലാവരും കൂടെ ചേർന്ന്. Can we give them a loud round of applause? Yes, thank you so much. So this is the question answer round. In this round, what is going to happen is a person will come to you with a bowl of names, okay, and you will have to pick one and read out the name loudly, and that particular judge will ask you a question. You will have to answer to that question, okay? And പ്രാർത്ഥിച്ചോ, കാരണം ചിലരുടെ കയ്യിൽ നല്ല, ചിലർ ഭയങ്കര ഗുഡ് കോപ്പ് ആയിരിക്കും, ചിലർ ഭയങ്കര ബാഡ് കോപ്പ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് യു വിൽ മീറ്റ് മീ ഇൻ ദ മിഡ് റാമ്പ്, okay? So a person will come to you with the bowl. You will pick the name, you will come to the mid ramp, you will hand over the name to me, and then you will hear the question. All right, ready? Yes, let us start from that side. We have contestant number 12. Judges, please note, we are going to start with contestant number 12. Looking at that smile. Okay, let's see who the judge is. Dia. Yes, just to ensure that. All right. Okay, yes. All right. Hi. Hello.
നല്ല ഭംഗിയുണ്ട് കാണാൻ. Thank you so much. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ, സൗന്ദര്യം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? Thank you for such a beautiful question, Dia. സൗന്ദര്യം എന്നെ സംബന്ധിച്ച് പുറമേൽ കാണുന്ന ഒരു ഫിസിക്കൽ ലുക്കല്ല. മനസ്സും നമ്മൾ എങ്ങനെയാണോ ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും എല്ലാം സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതാണ് സൗന്ദര്യം. താങ്ക് യു. Thank you so much. Judges, please note that was contestant number 12, 1, 2. Yes. Thank you so much and all the very best. Please. Yes, in the meanwhile, can we have contestant number 34? Judges, please note we have contestant number 34 coming in. Yes. Here comes contestant number 34 and do you want to open it? Yes. Vilicholu. So I've gotten Sajana's ma'am. Sajna Salim and all yours. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. Thank you so much. ഓക്കെ, ഈ ലോകം സ്ത്രീകൾക്ക് ഭരിക്കാനാണ് അവസരം കിട്ടുന്നതെങ്കിൽ ഈ ലോകം എങ്ങനെയായി തീരും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? Thank you for that question. So I believe if power is in the hands of a woman, we are born multitaskers. And multitaskers that we are really good at it. We can be a daughter, a mother, a sister, a very good friend, and a good listener. I believe women can bring in a humane touch to any decision that is taken. I do not believe that any woman would be selfish for her own reasons. For when I stand here today with all these 33 other contestants, we are celebrating sisterhood, and that's how when a woman rises, she pulls along the others with her. Thank you. Thank you so much, and that was contestant number 34. Yes, with that, moving on to our next contestant. Judges, please note we have contestant number 17. Contestant number 17 coming in, and let us see. All right, again we have Dia. ഹായ്. Hi. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്മൈലാണ്. Thank you. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ കൊണ്ടുവരുന്ന 3 മാറ്റങ്ങൾ എന്താണ്? Thank you for the question, Dia. ഞാനൊരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ കൊണ്ടുവരുന്ന മാറ്റം ആദ്യം തന്നെ വിമൻ എഡ്യൂക്കേഷൻ ആയിരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തതുകൊണ്ടാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് അബ്രോഡ് പോകുന്നത്. സോ വിമൻ should get opportunities here, more opportunities and jobs here. And second one is I would change government itself, because I believe if each of us have tried our best to unite the country, then each of us can bring a great change in the society. And third one is this two, and third one I guess is make a change in traditional, in stereotypes people, and change in our mindset, and how we change others, how we make our change in ourselves can change our society for a better. Thank you so much. Thank you so much. That was contestant number 17. That was contestant number 17. I believe we are good for the next one, right? Yes, thank you. Moving on, we have contestant number 11. Judges, please note we have contestant number 11. And let us see who the judge is. Again, it is none other than Dia. Can somebody just... ഹായ്. Yes. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ, മലയാള സിനിമയിലൊരു ബിഗ് ആക്ടറുടെ കൂടെ നിങ്ങൾക്കൊരു ഹീറോയിനായിട്ട് ഒരു ഓഫർ വരികയാണ്.
അപ്പൊ ഹസ്ബൻഡ് പറയാണ് നോ എന്ന്, ഇതിൽ ഏത് ചൂസ് ചെയ്യും, എന്തുകൊണ്ട്? മലയാള സിനിമയിൽ ഒരു ബിഗ് ആക്ടറുടെ കൂടെ ഹീറോയിൻ ആയിട്ട് ഒരു ചാൻസ് നിങ്ങൾക്ക് മൂവിയിലോട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്, പക്ഷേ ഹസ്ബൻഡിൻ്റെ ചോയ്സ് നോ എന്നാണ്. ഇതിൽ ഏത് ചൂസ് ചെയ്യും, എന്തുകൊണ്ടാണ്? Thank you for the question, ma'am. First of all, movie is not part of our lifestyle, or I mean, what is our next life? So, നമ്മുടെ പാർട്ട്ണർ നമുക്ക് കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാർട്ട്ണറോട് ചോദിക്കത്തുള്ളൂ. ഇഫ് നമ്മുടെ പാർട്ട്ണർ അത് നോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്നത് നമ്മൾ ആദ്യം ചെയ്യും, ഇഫ് യു ആർ റെഡി ഫോർ ദ മൂവി. ബട്ട് ഫോർ മീ, എൻ്റെ പാർട്ട്ണർ ഒരിക്കലും നോ പറയുന്ന ആളല്ല. ആൻഡ് ഓൾസോ ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ ദ മലയാളം മൂവി എനിമോർ എനിവേസ്. സോ ഫോർ മീ ഈസ് ലൈക്ക് പാർട്ട്ണറിൻ്റെ നമ്മളും നമ്മുടെ പാർട്ട്ണറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഓഫ് കോഴ്സ് നമ്മുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. സോ നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ അവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആദ്യം നമ്മൾ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ല നമുക്ക് അതുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. Thank you. That is contestant number 11. Judges, please note that is contestant number 11. With that, let's move on to the next one. We have contestant number 7 coming in. We have contestant number 7. Yes. It is Ashkar Saudan. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ജെൻഡർ ഈക്വാലിറ്റി എന്താണ്? താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും എന്നുള്ളത് മാത്രമല്ല, ഇന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ കൂടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 3 വിഭാഗക്കാർക്കും ഒരേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്താൻ കഴിയുക. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ മേഖലയിലും നമ്മുടെ ഇന്ത്യയുടെ തന്നെ രാഷ്ട്രപതിയുടെ കാര്യം എടുത്താൽ ദ്രൗപദി മുർമു, നമ്മുടെ വെങ്കലം നേടിത്തന്ന ഒളിമ്പിക്സ് ജേതാവ് നിർമ്മല ചൈതന്യ എടുത്താൽ അവരും എല്ലാം രാഷ്ട്രപതി അലങ്കരിച്ച APJ അബ്ദുൽ കലാം അലങ്കരിച്ച അതേ പദവിയാണ് ഇന്ന് ദ്രൗപദി മുർമുവും അലങ്കരിക്കുന്നത്. അതുപോലെ തന്നെ നീൽ ആംസ്ട്രോങ് ചവിട്ടിയ അതേ ചന്ദ്രനിൽ തന്നെയാണ് കൽപ്പന ചൗളയും ചവിട്ടിയത്. അപ്പോൾ സ്ത്രീ പുരുഷൻ എന്നല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പവർ, ആ ഒരു ശക്തി, ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നമ്മൾ എല്ലാവരെയും കാണേണ്ടതാണ് എൻ്റെ വിശ്വാസം. നന്ദി, നമസ്കാരം. Thank you so much. That is contestant number 7. Yes, thank you. And with that, എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ നിന്നാണ് എനിക്ക് ഇച്ചിരി വിസിബിലിറ്റി. യെസ്, contestant number 33. Judges, please note contestant number 33 coming in. Yes, let's see. Oh, again, it's the same person. We have Mr. Ashkar Saudan. ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ വിജയയായി തിരഞ്ഞെടുക്കണം? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ സർ. എന്നെ വിജയായി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും, പ്രത്യേകിച്ച് വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്. ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി കുറേ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ ഒരു വിന്നറായിട്ട് കണക്കാക്കാം. അതിനുള്ള എല്ലാ പൂർണ്ണമായ യോഗ്യതയും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസമാണ് എന്നെ ഇവിടെ നിർത്തുന്നത്. താങ്ക് യു സർ.
Thank you so much. That was contestant number 33. Yes, with that, moving on to our next contestant, presenting contestant number 4. Judges, please note we have contestant number 4. Well, yes. The judges, Sajna Salim. Sajna ma'am. Are you okay? Yes, completely okay. Okay. ലോകത്തിന് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്തായിരിക്കും? ഒരു നല്ല വ്യക്തി എങ്ങനെയായിരിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഒരാൾക്ക് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ്. അത് ഇപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഏതൊരു അവസരം കിട്ടിയാലും ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരാനുള്ള മെയിൻ റീസൺ തന്നെ അതായിരുന്നു. ഏറ്റവും അവസാനമാണെങ്കിലും ആ 2 ദിവസത്തിൽ തന്നെ എനിക്കറിയാമായിരുന്നു ഒരുപാട് പേരെ എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഒരുപാട് പേരാൽ ഇൻസ്പയർ ചെയ്യപ്പെടാമെന്നും. അപ്പോൾ ഒരു പ്രത്യേക കാര്യമായിട്ട് മാത്രം പറയാൻ പറ്റില്ല എന്ത് സംഭാവന കൊടുക്കുന്നു. ഒരുപാട് സംഭാവനകൾ നമുക്ക് നൽകാൻ സമൂഹത്തിൽ സാധിക്കും. പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ നമുക്ക് സഹായിക്കാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി ചെയ്യുന്നൊരു കാര്യമാണ്. 7 കുട്ടികൾക്ക് ഞാൻ എഡ്യൂക്കേഷനും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഗ്രൗണ്ടഡ് ആയിരുന്ന് മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിച്ചുകൊണ്ട് എങ്ങനെ ഈ ജീവിതത്തിനെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇനിയും അത് തന്നെ തുടരും. Well, that is contestant number 4. Thank you so much. All good? Yes, thank you so much. With that, moving on to our next contestant. Yes, we have our next contestant number 3. Everybody presenting contestant number 3. Can you open it for me? And yes, it is none other than Mr. Vikas Vikas. ഹായ്. Hi sir. എൻ്റെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു? Thank you for the question sir. വിവാഹം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തണം എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, വിവാഹത്തിന് ശേഷം ഒരു വലിയ മാറ്റം എന്നൊന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഞാൻ വിവാഹത്തിന് മുമ്പ് എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നോ അതുപോലെ വിവാഹത്തിന് ശേഷവും തുടരാനുള്ള ഒരു സ്പേസ് എനിക്ക് തന്ന അത്രയും നല്ലൊരു പാർട്ട്ണറിനെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഒരു ജനറിക് ക്വസ്റ്റ്യൻ എന്നുള്ള നിലയിൽ പറയട്ടെ, വിവാഹത്തിന് ശേഷം 15 വർഷത്തെ യാത്രയിൽ ഒരമ്മയായപ്പോൾ എനിക്ക് ഒരുപാട് ഒരു ചേഞ്ച് വന്നതായിട്ട് എനിക്ക് തോന്നി. ഞാനെന്ന അമ്മ ജനിച്ചത് എൻ്റെ മക്കൾ ജനിച്ചപ്പോഴാണ്. ഞാനെന്ന അമ്മ ഒരു ബെറ്റർ പേഴ്സൺ ആയത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ എൻ്റെ ജനറേഷണൽ ട്രോമ ഹീൽ ചെയ്യാനും എൻ്റെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കാനും ഒക്കെയുള്ള സ്റ്റെപ്സ് ഞാൻ എടുത്തത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. ഇതിനെല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡ് എന്നോടൊപ്പം ഒരു ടീമായിട്ട്, ഒരു ഈക്വൽ പാർട്ട്ണറായിട്ട്, ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും വിവാഹിതയായി എന്നുള്ളൊരു ആസ്പെക്റ്റിൽ കവിഞ്ഞ് ഒരമ്മ എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട്, എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരു ടീം എന്നുള്ള നിലയിൽ ഒരു മാറ്റമാണ് എനിക്കുണ്ടായതെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. താങ്ക് യു സർ. Thank you so much. That was contestant number 3. I believe we are good to move to the next one, right? Yes. So with that, moving on to contestant number 23. Yes, we have contestant number 23.
എനിക്ക് തോന്നുന്നു ഇന്ന് എനിക്ക് സീക്വൻഷ്യൽ ആയിട്ടാണ് തോന്നുന്നു ഓരോരുത്തരുടെയും പോകുന്നത്. ബിക്കോസ് വൺസ് അഗൈൻ വി ഹാവ് ഗോട്ട് നൺ അതർ ദാൻ മിസ്റ്റർ വികാസ്. യെസ്, ഞാൻ തന്നെ. ഹായ്, ഹലോ. എന്ത് തോന്നുന്നു ഇപ്പം? എക്സൈറ്റഡ്. ഗുഡ്. ഞാനും. കാര്യം ക്വസ്റ്റ്യൻ ഈസ്, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോൺസ്, സോഷ്യൽ മീഡിയ, AI അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അത് അവരുടെ നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലിയിൽ അത് കൂടുതൽ കണക്റ്റഡ് ആവുകയാണോ അതോ കൂടുതലായിട്ട് ഐസൊലേറ്റഡ് ആകുകയാണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? Thank you for the question. In my opinion, social media, AI is all disconnecting people. When I was young, we were more into face-to-face conversations, having tea, coffee together, having parties, having fun, when we meet as a family. Now everything goes into WhatsApp, Facebook, posting, but I feel the connection is not there. So I would always be supportive of not getting into. I am not saying that it is not needed. Yes, it is needed because the world is growing. So we cannot be behind, but it plays a very important role in disconnecting people. So I would say that use it properly so that we are connected to our soul and to our people in real time. Thank you. That is contestant number 23. Yes, thank you so much and all the very best. Moving on, we have contestant number 5 coming in. Judges, please note, we have contestant number 5. There we go, and here is your mic. Hey, hey, hey. Yo. Do you want to call out the name? Regis Anthony. Hello, sir. ഹലോ, ഹലോ. സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണോ? അത്യാവശ്യം ഇഷ്ടമാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങളാണ് ഇപ്പം ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. ഓപ്പോസിറ്റ് പാകിസ്ഥാൻ ടീമായിട്ട് കളി വരുവാണ്. ടോസ് ഇട്ട ശേഷം നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ ഇല്ലയോ? അപ്പോഴത്തെ തീരുമാനം എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ സർ? ഇന്ത്യൻ ക്യാപ്റ്റനാണ്, നിങ്ങൾ പാകിസ്ഥാനുമായിട്ട് കളിക്കാൻ പോകുന്നു, ഓക്കെ. ടോസ് ഇടുന്നു. അതിനുശേഷം നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ ഇല്ലയോ? നിങ്ങളുടെ തീരുമാനമാണോ അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കുമോ നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം? ആസ് എ ക്യാപ്റ്റൻ എനിക്ക് തോന്നുന്നു ഞാൻ എലിജിബിൾ ആയതുകൊണ്ടാണ് എന്നെ ആ ക്യാപ്റ്റൻസിയിലേക്ക് എടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഒരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ അത് സോൾ ഡിസിഷൻ ആയിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി അത് മറ്റുള്ളവർക്കും കൂടെ യോജിക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനിലായിരിക്കും ഞാൻ എടുക്കുന്നത്. സോ ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻ ഇസ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഇന്ത്യ ഓർ പാകിസ്ഥാൻ എന്നുള്ളതല്ല. ഫോർ മീ all are human beings. I would like to treat everybody equal. So all are human beings. So definitely there will be a shake hand from my side. Because I believe in peace and love. Sir, any more questions? No, thank you. Thank you so much. Thank you, sir. Yes, well, judges, that was contestant number 5. Thank you so much and all the very best. Moving on, we have contestant number 31. Yes, contestant number 31. The rest of the contestants, can you arch towards this side a bit because I cannot see your contestant number. You take it. Yes. Contestant number 31, please to join me here. Thank you so much, the other contestants. Yes. All right, have you looked? Yes. And It's again Vikas, sir. nice. I'll take that and ഹായ്, Hello, sir. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. Thank you, sir. എൻ്റെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്. സൗന്ദര്യത്തിന് മേക്കപ്പ് ആവശ്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണോ? എന്നെ സംബന്ധിച്ച് സൗന്ദര്യം എന്നത് ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല, ആന്തരികമായ സൗന്ദര്യം എന്നൊന്നുണ്ട്. മറ്റുള്ളവരോട് ദയോടുകൂടെ പെരുമാറാനും സ്നേഹത്തോടുകൂടെ ഒന്ന് പുഞ്ചിരിക്കാനും കഴിഞ്ഞാൽ അതും ഒരു സൗന്ദര്യമാണ്. പിന്നെ ചോദിച്ചതിനുള്ള ഉത്തരം, സൗന്ദര്യത്തിന് മേക്കപ്പ് അത്യാവശ്യമാണോ? ആവണമെന്നില്ല. ചിലർക്ക് അത് അത്യാവശ്യവുമാണ്. ഒരാൾക്ക് സ്വന്തം സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ മേക്കപ്പ് ആവശ്യമാണെങ്കിൽ
തീർച്ചയായും വ്യക്തിപരമായി അത് അയാളുടെ താല്പര്യമാണ്. അയാൾക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. ആവശ്യമില്ല, അതല്ലാതെ തന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എന്ത് തന്നെയാണെങ്കിലും ബാഹ്യമായും ആന്തരികമായും സുന്ദരിയാവുക, സുന്ദരനാവുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റിലുള്ള സൗന്ദര്യം. താങ്ക് യു. Yes, thank you so much. That was contestant number 31. Any more questions? എന്തോ വരും? ഇല്ല. നോ, ഹാപ്പി. Happy, yes. Thank you so much. And yes, judges, please note that was contestant number 31. And moving on, next we have contestant number 18. Contestant number 18 joining us. Do you want to check your name? And there we go. Regis Anthony. ഓക്കെ. ഇവിടെ ഗവൺമെൻറ് GST ഒക്കെ കുറച്ചറിയാമല്ലോ. നിങ്ങൾ ഈ വർഷം ഹസ്ബൻഡിനോട് ചേർന്ന് ഒരു വാഗണാർ കാർ മാറ്റി ഒരു SUV എടുക്കാനായിട്ടിരിക്കുക. ആ ന്യൂസാണോ അതോ നിങ്ങൾ വീട്ടിൽ ഹോം പ്രോഡക്ട്സ്, ഇപ്പോൾ മിൽക്ക് അല്ലെങ്കിൽ ആട്ട ഇങ്ങനെ തുടങ്ങിയ സാധാരണ കാര്യങ്ങൾ, ഇതിൻ്റെ ടാക്സ് കുറച്ചാണോ? ഏതാണ് നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ സർ. എനിക്ക് തോന്നുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു ഹോം മേക്കർ ആൻഡ് വി ഡു ടേക്ക് കെയർ ഓഫ്, ഈവൻ ഇഫ് ഇറ്റ്സ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ മൈ ഹസ്ബൻഡ് ആൻഡ് മീ, അത് ഞങ്ങൾ തുല്യമായിട്ട് ചെയ്യുന്നതാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഡെയിലി പ്രോഡക്ട്സിൻ്റെ വില കുറയുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. SUV പിന്നെ ആയാലും എനിക്ക് വാങ്ങിക്കാം. സോ ഇത് ഒരു വീട് എങ്ങനെ കൊണ്ട് നടക്കണം, ചെലവിൻ്റെ ഭാഗമായിട്ട് ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. സോ ഐ തിങ്ക് ഐ വുഡ് സേ ഐ വുഡ് കോൺസെൻട്രേറ്റ് മോർ ഓൺ വെയർ പ്രോഡക്ട്സിൻ്റെ പൈസ കുറയുന്നതായിരിക്കും. Okay, that was nice. Yes, thank you so much. That was contestant number 18. I'll take the mic and thank you so much. All the very best. Yes, ഇനി രണ്ട് പേരുടെ മാത്രം. We have contestant number 20. Ladies and gentlemen, judges, please note, we have contestant number 20. Okay, nice. And there is your mic. സജ്ന സലീം മാം. ഫുൾ ഫാമിലി വന്നിട്ടുണ്ടല്ലേ? എൻ്റെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ആഹാ, അവർ എനർജി ആണെന്ന് തോന്നുന്നു. ദ പവർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. ഈയിടെയായി ആത്മഹത്യ, സ്ത്രീകൾ ആത്മഹത്യക്ക് ശ്രമിക്കുക, ആത്മഹത്യ ചെയ്യുന്നു. മോസ്റ്റ്ലി ഡവറിയാണ് ഇതിൻ്റെ റീസൺ. അപ്പം നിങ്ങളുടെ തൊട്ടടുത്തൊരു നെയ്ബർ ഇങ്ങനൊരു ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായാൽ ഹൗ വുഡ് യു ഹെൽപ്പ് ഹർ? എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റും ഒന്ന് പറയാമോ? താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ മാം. സോ എൻ്റെ ഒരു നെയ്ബർഹുഡിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ നെയ്ബറാണ്, ഐ ക്യാൻ സ്പീക്ക് ടു ഹർ. സോ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം ഒരു അവെയർനെസ് സ്പ്രെഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആളോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കും. ദാറ്റ് നോ പറയേണ്ടടുത്ത് നോ പറയണം, തിരിച്ച് റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുക തന്നെ വേണം എന്ന് ഞാൻ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആൻഡ് ഇഫ് ഷീ നീഡ്സ് ഹെൽപ്പ് റിഗാർഡിങ് സംതിങ്, ഞാൻ കംപ്ലെയിൻറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലെയിൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഞാൻ കൊടുക്കും. പക്ഷേ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ദിയർ ഫാമിലി, ഇറ്റ്സ് ദിയർ പേഴ്സണൽ തിങ്. സോ ഓവറായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുകയും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയും നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നുള്ള ഒരു അവെയർനെസ് കൊടുക്കുകയും ഞാൻ ചെയ്യും. താങ്ക് യു. Thank you so much. That was contestant number 20. I'll take the mic. Yes, thank you and all the very best. And moving on to our final contestant, we have contestant number 27. Contestant number 27, and let's see who the judges. There you go. And അഷ്കർ സാർ. ഹലോ. ഹലോ സർ. നല്ല കോസ്റ്റ്യൂം, എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കളും മറ്റാരും അല്ലാതെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരായിരിക്കും?
Good evening all, and thank you so much for that wonderful question. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻഡ് ഔട്ട് ഓഫ് എ മില്യൺ തിങ്സ് ദാറ്റ് ഐ കുഡ് സേ അബൌട്ട് മൈസെൽഫ്, ഐ ചോസ് ടു സേ ദാറ്റ് എന്നെ സ്വാധീനിച്ച വ്യക്തികളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻ്റെ പെൺപിള്ളേരാണ്, എൻ്റെ പെൺമക്കളാണ്, ഏഞ്ചൽ ആൻഡ് ഏമി, ബിക്കോസ് they are my strength, my courage, and they are my hope that I look to live for each day. They are pillars, but they've made me a better person. And if today I am standing in front of each of you, it's not my merit, it's because of my girls and their powerful words which said, Amma, you don't want to turn 5-10 years back and regret not being on this platform, so go for it. So my girls are my biggest support and my hope. Thank you so much. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കളും നിങ്ങളുടെ ഭർത്താവും അല്ലാത്ത മറ്റു വ്യക്തി ആരാണ് സ്വാധീനിച്ചിട്ടുള്ളത് ഞാൻ ചോദിച്ചത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കളും നിങ്ങളുടെ ഭർത്താവും കുട്ടികളും അല്ലാതെ നിങ്ങൾ സ്വാധീനിച്ച വ്യക്തി, അതാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും, സോറി. I would say in the brothers, I have Not blood. You mean like to say were not looking for blood? this. Okay, sorry. I'm sorry on that again. Apart from my family members, I believe I have a group of strong friends that have pushed me and pulled me out of wherever I've been, and they've driven me to come this far. So apart from my parents, my siblings, my children, I would say I have a strong bunch of women friends, and they are my support system. Thank you. Yes, I believe, yes, the question is answered. And that was our final contestant number 27. Yes. So ladies and gentlemen, judges, we have heard the opinions on various aspects. It was question answer round, and ഇനി ജഡ്ജസിന് ഡിസൈഡ് ചെയ്യേണ്ട സമയമാണ്. ഇതിൽ നിന്ന് ഈ 14 പേരിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് 6 പേരായിരിക്കും സെലക്റ്റഡ് ആവുക. സോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്, ഐ എം പ്രിറ്റി ഷുവർ യു ഓൾ മസ്റ്റ് ബി അവെയർ ഓഫ് ദാറ്റ്. ഇറ്റ് ഇസ് എ answer penning down session where we'll have a common question, you will have to write down the answer. അതിലേക്ക് ആ റൗണ്ടിലേക്ക് സെലക്റ്റഡ് ആവുന്നത് 6 പേരായിരിക്കും. അതിനു മുന്നേ they have all done a wonderful job. ജഡ്ജസിന് കുറച്ചും കൂടി ഒരു പ്രഷർ കൊടുത്തെന്ന് തോന്നുന്നു, പക്ഷേ they have all done an amazing job. So ladies and gentlemen, നല്ലൊരു കയ്യടിയോടെ let's send them back. Thank you so much. You may exit. Ladies and gentlemen, here we saw the 14 contestants. ഈ 14 contestants-നെ നമ്മൾ കണ്ടു, അത് കേട്ടു. പക്ഷേ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ 34 പേരിൽ നിന്നാണ് നമ്മൾ 14 പേരെ സെലക്ട് ചെയ്തത്, റൈറ്റ്? ആൻഡ് 20 of them had to go back. And I believe they deserve an equal loud round of applause. They are in the backstage, so everybody together. Let us not let the failures define us, right? So yes, thank you so much. And with that, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ we'll have the final round. The judges, they are making their decisions. In the meanwhile, we are going to take a break. And തേർഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 6 പേരുണ്ടാവും. ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് we'll have the winners. So everybody, it is not just a commercial break. We have an amazing band with us. Wonderful band. It is called Euphoria, and they are here to take you to a next level of music. So enjoy. You are with us at Espanol presents Miss Kerala 2025. Media partner Flowers TV, international partner 24, study abroad news partner 24. Thank you and stay tuned. Thank you so much.